ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തേതൊരു ഐബ്രോ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൈസറോ അലോവേര ജെല്ലോ ടാൽക്കം പൗഡറോ എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഒന്ന് ഈവണായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഷേവ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാണ്ടിരിക്കാൻ ഒരു ബേസായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മുടെ ഐബ്രോ കിടക്കേണ്ടത് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ കയ്യിലുള്ളൊരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമ്മളെ ഐബ്രോ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. നമ്മൾ ഈ ഐബ്രോ യൂസ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർച്ചിൻ്റെ കുറച്ച് മുന്നിലായിട്ട്, ഐബ്രോയുടെ ആർച്ചിൻ്റെ കുറച്ച് മുന്നിലായിട്ട് നമ്മൾ വരച്ച് തുടങ്ങാൻ പാടുള്ളൂ. തുടക്കത്തിൽ ഒരിക്കലും വരയ്ക്കാൻ പാടില്ല. അപ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഫീൽ ചെയ്യും. എന്നിട്ടൊരു സ്പൂളി എടുത്ത് നന്നായി ചിക്കി കൊടുക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മാബിലിൻ്റെ ടാറ്റൂ ബ്രൗൺ ജെല്ലാണ്. ഇത് കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മളിപ്പം ഔട്ട്ലൈൻ ചെയ്ത് വെച്ചല്ലോ അതിൻ്റെ മിഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് ആ സ്പൂളി വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം ഷേപ്പിൽ വരച്ചെടുക്കുക. നെക്സ്റ്റ് ഒരു സ്പൂളി ബ്രഷ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഐബ്രോ പെൻസിൽ വെച്ച് വരച്ച ബോർഡറും നമ്മൾ ടാറ്റോ ജെൽ യൂസ് ചെയ്തത് നന്നായിട്ട് ആ രണ്ട് പ്രൊഡക്റ്റും നല്ല രീതിയിൽ മിക്സ് ആവുന്ന വിധത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഐബ്രോസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഐബ്രോസിൻ്റെ ആ ഒരു ആർച്ച് പൊസിഷനും പിന്നെ നമ്മുടെ മേലെയുള്ള ആ ഒരു ആർച്ച് ഉണ്ടല്ലോ അവിടെ നന്നായിട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐബ്രോസ് നല്ല രീതിയിലൊന്ന് ഡിഫൈൻ ചെയ്തിരിക്കും. ഇനി കൺസീലർ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ലുക്കിൽ നമ്മുടെ ഐബ്രോ മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐബ്രോൻ്റെ ഫൈനൽ ലുക്ക്.